അന്ന് 2019 പോറ്റിക്ക് നൽകിയത് ചെമ്പുപാളിയാണെന്നാണ് പോറ്റി പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നൽകിയത് സ്വർണ്ണപ്പാളി തന്നെയാണ് എന്ന് ദേവസ്വം വിജിലൻസ് ഇതിനകം കണ്ടെത്തി എന്നുള്ള ബ്രേക്കിംഗ് രാവിലെ സനൂപ് നൽകിയത്. അപ്പോൾ അത് അന്വേഷണത്തിലെ നിർണായകമായൊരു പുരോഗതിയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും പോറ്റിയെ ചോദ്യം ചെയ്യുമോ? ഇനി അടുത്ത ദേവസ്വം വിജിലൻസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ദേവസ്വം വിജിലൻസ് ഇതിനകത്തൊരു റിപ്പോർട്ട് ഒരു 7 മണിക്കൂറാണ് ചോദ്യം ചെയ്തത് 2 ദിവസമായിട്ട്. ദേവസ്വം വിജിലൻസ് ഇതിനകത്തൊരു റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുന്നുണ്ട്. ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും ദേവസ്വം വിജിലൻസിന് ചില പരിമിതികളുണ്ട്. ഈ ക്രിമിനൽ നടപടികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ക്രിമിനൽ നടപടി പ്രകാരം തന്നെ നടക്കണം എന്നുള്ള നിലപാട് അവർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതായത് ഒരു പോലീസ് അന്വേഷണം, അത് ക്രൈംബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ ഒരു അന്വേഷണം ഇവർ ആവശ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടുകയോ അഭിപ്രായം തേടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചില ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് ദേവസ്വം വിജിലൻസിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റിപ്പോർട്ട് എത്തിയതിനു ശേഷം ഹൈക്കോടതി അഭിപ്രായം തേടുമ്പോഴോ ഒരു ക്രിമിനൽ നടപടി പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവസ്വം വിജിലൻസിന് ചില ക്രിമിനൽ നടപടി പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെങ്കിൽ ഒരു പോലീസ് അന്വേഷണം അതിനകത്ത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ആ പ്ലക്കാർഡിൽ എഴുതിയത് അന്വേഷിക്കാൻ പോയ വിജിൻ തിരിച്ചെത്തിയില്ലേ സൈഫ്? വിജിന് സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിന്റെ ഫ്ലോറിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോണിന്റെ കവറേജ് ഭയങ്കര കുഴപ്പമാണ്. എന്തായാലും വിജിൻ അവിടെ പ്ലക്കാർഡൊക്കെ വായിച്ച് രസിച്ചങ്ങനെ നിന്ന് മറന്നുപോയെന്ന് തോന്നുന്നു. ശരി, എന്തായാലും സഭാ നടപടികൾ അല്പസമയം തന്നെ പുനരാരംഭിക്കുമെന്ന് മനസ്സിലായി.